വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വി ശിവൻകുട്ടി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്ത്. നേമത്ത് താൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞ ശിവൻകുട്ടി പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്നും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഇടതുമുന്നണിയായിരിക്കുമെന്നും തൃശൂരിൽ പ്രതികരിച്ചു. നേമമണ്ഡലം സ്വന്തമാക്കാൻ BJP കളത്തിലിറക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെയാണ്. ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലം നിലനിർത്തുക എന്നത് CPM നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയായിരിക്കും. അതുകൊണ്ട് തന്നെ നേമത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച മന്ത്രി ശിവൻകുട്ടി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകണമെന്നാണ് CPMന്റെ അഭിപ്രായം. താൻ മത്സരിക്കാനില്ലെന്ന് പറയുമ്പോഴും പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടി മത്സരിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ ആവശ്യം ശിവൻകുട്ടി തള്ളിക്കളയില്ല. മത്സരിക്കാനില്ലെന്ന് തീരുമാനം പരസ്യമായി ശിവൻകുട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ തീരുമാനവും ഇനി നിർണായകമാണ്. 2016 O രാജഗോപാലിലൂടെ ചരിത്രം കുറിച്ച BJPക്ക് 2021 മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ല. 2021 കുമ്മനം രാജശേഖരനെ മത്സരരംഗത്തിറക്കിയെങ്കിലും ശിവൻകുട്ടിയിലൂടെ CPM മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. അതേസമയം പുനർജനി പദ്ധതി വിവാദത്തിലും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ശബരിമലയിൽ നടന്നുപോലെയുള്ള കൊള്ളയാണ് പുനർജനി പദ്ധതിയിലും നടന്നതെന്ന് 19 കോടിയുടെ ആക്ഷേപമാണ് വന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ അത് കാര്യമില്ലാതെ ആയിരിക്കില്ലല്ലോ എന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. രാജ്യം കടന്നുള്ള കാര്യമായതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. അതിൽ ഭയക്കുന്നത് എന്തിനാണ്? പേടിച്ചുപോയെന്ന് സതീശൻ പറഞ്ഞതിന് ലളിതവൽക്കരിക്കേണ്ട. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാകില്ല. ബോധപൂർവം പ്രതിപക്ഷ നേതാവിനെതിരെ അടിസ്ഥാനരഹിതമായ ഒരു കുറ്റമൊന്നും ചുമത്താൻ കഴിയില്ലെന്നും വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേമത്ത് മത്സരിക്കില്ലെന്ന ശിവൻകുട്ടിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി കോവളം MLA വിൻസെന്റും രംഗത്തെത്തിയിരുന്നു. മത്സരിക്കാൻ ഭയമുള്ളതിനാലാണ് LDF നേതാക്കൾ ഓരോരുത്തരായി പിന്മാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ സൂചനയാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെന്ന് കോവളം MLA വിൻസെന്റ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് ഈ പരാജയ ഭീതിക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ശിവൻകുട്ടി മാത്രമല്ല ഇനി പല നേതാക്കളും ഈ തീരുമാനത്തിലേക്ക് വരുമെന്നും MLA കൂട്ടിച്ചേർത്തു.